വൽ ഫജ്ർ എന്താ? പ്രഭാതം തന്നെയാണ്, ഫജ്ർ സമയം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ 10 രാവുകളും തന്നെയാണ് സത്യം. വശഫ്ഇ വൽ വത്ർ വശഫ്ഇ ഇരട്ടയും വൽ വത്ർ ഒറ്റയുമാണ് സത്യം. ഇരട്ടയും ഒറ്റയുമാണ് സത്യം. വല്ലൈലി രാത്രി തന്നെയാണ് സത്യം. ഇദാ യസ്രി അത് കടന്നു പോകുമ്പോൾ, അത് കടന്നു പോയിക്കൊണ്ടിരിക്കെ ആ രാത്രി തന്നെയാണ് സത്യം. ഹൽ ഫീ ദാലിക ഈ പറഞ്ഞതിലൊക്കെ ഉണ്ടോ ഖസമുൻ സത്യം. ലിദി ഹിജർ ഹിജർ എന്ന് പറഞ്ഞാൽ ബുദ്ധി, കയമ്പ്, കാര്യബോധം എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ കാര്യബോധമുള്ളവർക്ക് ഇതൊക്കെ ദൃഷ്ടാന്തമുണ്ട്, സത്യമുണ്ട് എന്ന് അല്ലാഹു തആല വിവരിക്കുകയാണ്. അപ്പം റിവേഴ്സ് എടുത്ത് വരാം. വൽ ഫജ്ർ എന്താ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥമാണല്ലേ വൽ ഫജ്ർ, പ്രഭാതം. എപ്പോഴാണ് നമ്മൾ പ്രഭാതം എന്ന് അറിയണത്? ഏത് സമയത്തിനാണ് അപ്പം നമ്മൾ പറയണത്? പിന്നെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ. ഓക്കെ, സൂര്യൻ ഉദിച്ചു വരുന്നത് മാത്രമല്ല, അതിൻ്റെ മുമ്പുള്ള ആ ഉദിച്ചു വരാൻ പോകണ ആ സമയത്തിനും എന്തു പറയും? ഫജ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഫജ്ർ എന്ന സൂറത്ത് തന്നെ ഫജ്ർ എന്ന വാക്ക് കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത് തന്നെ, അല്ലേ? വൽ ഫജ്ർ. അതിൽ കുറേ സത്യങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. ഏതൊക്കെയുണ്ട്? പ്രഭാതമുണ്ട്, പിന്നെന്താ, രാവുകളുണ്ട്, രാത്രിയുണ്ട്. അങ്ങനെയുള്ള കുറേ സത്യങ്ങളും അല്ലാഹു എടുത്തു പറയാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയണേ? അല്ലെങ്കിൽ അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലേ ഇപ്പോൾ ഈ പ്രഭാതം, ഈ രാവ്, പകല് എന്നൊക്കെ പറയുന്ന അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലേ? ആ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ അല്ലാഹു തആല എന്തിനാണ് സാക്ഷ്യപ്പെടുത്തി പറയണത്? ആ പറയപ്പെടുന്ന കാര്യത്തിൽ എന്തുണ്ടാവും? ചിന്തിക്കാൻ ഒരുപാട് വകുപ്പുണ്ടാവും. അതിന് ചിന്തിക്കാനും ആ ചിന്തയിലൂടെ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെപ്പറ്റി ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ ഏകത്വത്തെപ്പറ്റി മനസ്സിലാക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്ത് പറയുന്നത്. നോക്കി നിങ്ങൾ, എല്ലാ ദിവസവും എല്ലാ മനുഷ്യന്മാരും കണ്ടുകൊണ്ടിരിക്കണ ഒരു കാഴ്ചയല്ലേ ഫജ്ർ? ഫജ്ർ കാണാത്തൊരു പാരുമില്ലല്ലോ, അല്ലേ? എല്ലാവർക്കും സുപരിചിതമാണ് ഇത് ഫജ്ർ. പക്ഷെ എന്നും നമുക്ക് സുപരിചിതമായി പരിചയമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല? അത്ര വിലക്കൂല, മെയിൻ ചെയ്യില്ല, അല്ലേ? എന്നാലോ അതിലൊരുപാട് ചിന്തിക്കാനുമുണ്ട് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുമ്പോൾ ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും ഉറങ്ങി ആ ഉറക്കത്തിൽ നിന്നിട്ട് എണീക്കണ ഒരു സമയം ഒന്നത്, പിന്നെ ഇരുട്ടൊക്കെ പോയിട്ട് വെളിച്ചം ഇങ്ങനെ അതിൻ്റെ നാമ്പ് ഇടണ ആ സമയം, പിന്നെ വേറെന്തൊക്കെ ഈ സസ്യലതാദികളൊക്കെ അതേപോലെ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കാൻ പോകുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്തിന് ഒരു പ്രത്യേക ഇതുണ്ട്. ഫജ്ർ എന്ന് കേൾക്കുമ്പോൾ, പ്രഭാതം എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരും എന്താ? ഒരു ഉത്സാഹം കടന്നു വരും, അല്ലേ? ഒരു പ്രത്യാശ കടന്നു വരും, ഒരു ആഗ്രഹം കടന്നു വരും. അപ്പോൾ അത് വിശ്വാസിയെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട്. രാത്രി എത്ര നീണ്ടാലും, രാത്രി എത്ര വൈകിയാലും എന്തു വരും? പ്രഭാതം കടന്നു വരും എന്നൊരുറപ്പ് ആർക്കുണ്ട്? മനുഷ്യർക്കുണ്ട്. ഇതേപോലെ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു സമയം വരും എന്നതിലെന്തുണ്ട്? സൂചനയുണ്ട്, അല്ലേ? ഇപ്പം യുദ്ധക്കെടുതിയാണ്. ഈ യുദ്ധക്കെടുതിയൊക്കെ നമ്മളെങ്ങനെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ ഭയപ്പാട് പോയി ഒരു ആശ്വാസം വരുന്ന ഒരു സമയം വരും എന്ന് കാണിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്ർ എന്ന പ്രഭാതം എന്ന അതുകൊണ്ട് സത്യം അതിനെപ്പറ്റി ചിന്തിക്കുക.
കൊടുക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെ കൊണ്ട് സത്യം ചെയ്യും. ഇനി നോക്കൂ നിങ്ങൾ, ഫജ്ർ എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ ആ തെറ്റിന് ശേഷം തൗബ ചെയ്യണ അവസ്ഥക്കും പറയും വ്യംഗ്യമായിട്ട് ഫജ്ർ എന്ന് പറയും. കാരണം ഒരു ഫജ്റാണത് അല്ലേ. തെറ്റ് എന്ന് പറയുന്നത് ക്രൂരിരുട്ട് പോലെയാണ്. ആ ക്രൂരിരുട്ട് നിന്ന് പശ്ചാത്തപിച്ച് അവൻ മടങ്ങുന്നത് പ്രഭാതം പോലെയാണ് എന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. അതേപോലെ വഴികേടിൽ ഇങ്ങനെ അന്തം വിട്ട് നടക്കുന്ന മനുഷ്യന്മാർക്ക് ആ അന്തം വിട്ട് നടക്കുന്ന വഴി തെറ്റിയ മാർഗത്തിൽ നിന്ന് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നത് ഒരു ഫജ്ർ പോലെയാണ് അല്ലേ. അന്തം വിട്ട് നടക്കുക എന്നുള്ള ക്രൂരിരുട്ട് പോലെയാണ്. ആ ക്രൂരിരുട്ടിൽ നിന്നൊരു വെളിച്ചം കിട്ടിയത് പോലെയാണ് അത്. അതേപോലെ ദുനിയാവിൽ ഒരുപാട് കാലം പ്രയാസങ്ങളും പിന്നെ പ്രാരാബ്ധങ്ങളും നിറഞ്ഞ ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെങ്കിൽ പിന്നീട് അതൊക്കെ പിന്നെ ആശ്വാസം വരുന്ന ഇനം എന്ത് പറയും, ഫജ്ർ എന്ന് പറയും എന്നുള്ള. നോക്കൂ നിങ്ങൾ, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. യൂനുസ് നബി അലൈഹി സ്വലാം പിന്നെ മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ടപ്പം 3 ഇരുട്ടറകളിലാണ്. ഏതൊക്കെയാണത്? ഏതൊക്കെയാ? 1 കടലിന്റെ ഇരുട്ട്, 2 മത്സ്യത്തിന്റെ ഇരുട്ട്, 3 മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ട്, 3 ക്രൂരിരുട്ട് അല്ലേ, പുറത്തുള്ള ക്രൂരിട്ട്. അപ്പം ഈ ഇരുട്ടറകളിൽ നിന്നൊക്കെ അല്ലാഹു തആല രക്ഷ നൽകി എന്നുള്ളത് ഒരു പ്രഭാതം ഉദിക്കുന്നത് പോലെയാണ്. അപ്പം ഇതാണ് വിശുദ്ധ ഖുർആൻ വൽ ഫജ്ർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇനി ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചേക്കൊന്നു. അതുകൊണ്ടാണ് സലഫുകളായ ആളുകളൊക്കെ പറയുന്നത് കാണാം, പിന്നെ എന്തൊരു പരീക്ഷണം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനൊരു തുറവി വരാതെ കൂടാണ്. അതുകൊണ്ട് അല്ലാഹു തആല വൽ ഫജ്ർ എന്ന് മനുഷ്യനെ പഠിപ്പിച്ചെന്നാ. എന്ത് പ്രയാസങ്ങൾ, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരു തുറവി, ഒരു ആശ്വാസം മനുഷ്യന് വരിക തന്നെ ചെയ്യും എന്നുള്ള. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇത് കാണാം അല്ലേ. പ്രവാചകന്റെ ജീവിതത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കായിൽ ദഅവത്ത് നടത്തുമ്പോൾ പീഡനവും മർദ്ദനവും ഒക്കെ ഏറ്റ്, ആ മർദ്ദനമൊക്കെ ഏറ്റ് ഒരാൾ പോലും തുണക്കാനില്ല അല്ലേ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രം അല്ലേ. അപ്പൊ നോക്കി നിങ്ങൾ, അതൊക്കെ കഴിഞ്ഞ് മദീനയിലെത്തി അവിടെ ഒരു പിന്നെ നല്ല ചുറ്റുപാടുണ്ടായി. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങൾക്കൊക്കെ എന്ത് കൊടുക്കാണ്? മക്ക ഫത്ഹ് കൊടുക്കാണ്, ബദറിലെ വിജയം കൊടുക്കാണ് അല്ലേ. ഇങ്ങനെ മക്ക കൊടുക്കാനും. അപ്പം നോക്കി നിങ്ങൾ, പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ആ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല അല്പാൽപമായി നീക്കി പിന്നീട് എന്ത് കൊടുക്കുകയാണ്? വിജയം കൊടുക്കുകയാണ്. അപ്പൊ അതാണ് വൽ ഫജ്ർ എന്ന് പറഞ്ഞതിലുള്ള ഒരു സൂത്രം എന്നുള്ളതാണ്. ഇതാണ് അതുകൊണ്ട് വൽ ഫജ്ർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്പിയാക്കളുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഖാലു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഹൂൻ. അങ്ങനെ തന്നെയല്ലേ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രിയിൽ വളരെ കുറച്ച് ഉറങ്ങാറുള്ളൂ. അസ്ഹാരി കണ്ടങ്ങൾ, അസ്ഹാർ അത്തായ സമയത്ത്, ആ ഫജ്റിന്റെ അല്പം മുമ്പുള്ള സമയം, ആ സമയത്ത് അവരെന്ത് ചെയ്യും? അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അമ്പിയാക്കളുടെ സ്വഭാവം വിവരിക്കുന്നതൊക്കെ ഈ ഫജ്റിന് വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്തിന് എന്തുണ്ട്? പ്രത്യേകതയുണ്ട് എന്നുള്ളതാ. അല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. രക്ഷിതാവായ അള്ളാഹു, നമ്മുടെ രക്ഷിതാവായ അള്ളാഹു എല്ലാ ദിവസവും പിന്നെ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എപ്പോഴാണത്? ഹീന യബ്ഖ സുലുസുൽ ലൈൽ. രാത്രിയെ 3 ഭാഗമാക്കിയതിൽ അവസാനത്തെ 3 ഭാഗത്തിൽ ആ ഭാഗത്തിൽ ആര് വരും? അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് വരും. ഫയഖൂൽ, എന്നിട്ട് പറയും, മൻ യദ്ഊനി ഫഅസ്തജീബു ലഹു. ആരാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത്? അവന് ഞാൻ ഉത്തരം നൽകാം. പിന്നെ വമൻ യസ്അലുനി ഫഅതി. ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? ആ ചോദ്യത്തിന് ഞാൻ അവന് ചോദിച്ചത് നൽകാം. വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു. ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത്? അവന് ഞാൻ പുറത്തു. അപ്പം ആ രാത്രിയെ 3 ഭാഗമാക്കിയതിൽ അവസാനത്തെ ഭാഗത്ത് ആരിറങ്ങി വരും?
അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പിന്നെ മഗ്ഫിറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യന് മഗ്ഫിറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല ഇറങ്ങി വരുന്ന സമയമാണിത്, ഫജ്റിന്റെ മുമ്പുള്ള സമയം. അപ്പൊ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും ഈ സമയത്തിന് എന്തുണ്ട്, പ്രത്യേകത കൊടുത്തത് കാണാൻ സാധിക്കും എന്നുള്ള. മാത്രമല്ല അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങി വരുന്ന സമയം കൂടിയാണ് ഇത് ഫജ്ർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നമസ്കാരങ്ങൾ ഒഴിവാക്കിയാലും എന്തൊഴിവാക്കാൻ പാടില്ല, ഫജ്ർ നേരത്തെ ആ 2 റക്അത്ത് മുമ്പുള്ള 2 റക്അത്ത് ഉണ്ടല്ലോ സുന്നത്ത് നിസ്കാരം, ആ പ്രവാചകന് ഒഴിവാക്കാറേ ഇല്ല. ഉണ്ടോ? യാത്രയിൽ പോലും ഒഴിവാക്കാറില്ല. മറ്റുള്ളതൊക്കെ ഒഴിവാക്കിയെങ്കിലും ഫജ്റിന് മുമ്പുള്ള ആ 2 റക്അത്ത്. അപ്പൊ നോക്കി നിങ്ങൾ, ആ സമയത്തിന്റെ പ്രത്യേകതയാണത്. ആ സമയത്തിന് പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് വന്ന ഒരു ഫജ്ർ എന്താണ്? യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളായ യൂസുഫ് നഷ്ടപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ എന്തായി? ബിന്യാമീനും നഷ്ടപ്പെട്ടു. കരഞ്ഞെന്തായി? കണ്ണ് വെള്ളയാവാറായി അല്ലേ? പ്രിയപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞ് പിന്നെ ദുഃഖം ഒക്കെ കുന്നുകൂടി. പക്ഷേ യാക്കൂബ് നബിക്ക് അലൈഹിസ്സലാമിന് ഒരു ആശയം ഉണ്ടായിരുന്നു. എന്ത്? ഒരിക്കലും പ്രത്യാശ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് നഷ്ടപ്പെട്ടില്ല. കാരണം എന്താ? അള്ളാഹ് ഒരു തുറവി തരും, ഒരു ഫജ്ർ എനിക്ക് വരും, ഒരു ആശ്വാസം എനിക്ക് വരും എന്ന ഉറപ്പ് ആർക്കുണ്ടായിരുന്നു? പ്രവാചകനായ യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ പിന്നീട് എന്തായി? കുറെ കാലം കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല ഈജിപ്തിന്റെ ഭരണാധിപത്യം നൽകിയപ്പോൾ അവിടെ വെച്ച് ആ പിതാവിനെയും മാതാവിനെയും സഹോദരന്മാരെയും കിണറ്റിലിട്ട സഹോദരന്മാരെയൊക്കെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി. അതാണ് വൽ ഫജ്ർ. ഈ ആശ്വാസം നൽകണേനാണ് എന്ത് പറയുന്നത്? ഫജ്ർ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആശ്വാസങ്ങൾ വരും. എന്തു വേണം? വിശ്വാസം വേണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് സ്വലാത്തുൽ ഫജ്ർ മറ്റ് നമസ്കാരങ്ങളെ പോലെയല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്താണ്? ഖുർആനിൽ ഫജ്ർ, പിന്നെന്താണ്? ഇന്ന ഖുർആനിൽ ഫജ്രി കാന മഷ്ഹൂദ. നിങ്ങളെ ആ ഫജ്ർ നമസ്കാരത്തെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നടത്തുന്ന ആ ഫജ്ർ നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണം. കാരണം ഫജ്ർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പൊ ആ ഫജ്റിന് എന്തുണ്ട്? പ്രത്യേകത ഉണ്ട്. ആ സമയത്താണ് ആര് വരുന്നത്? ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യതആകബൂന ഫീക്കും മലായികത്തും ബില്ലൈൽ. രാത്രിയിൽ വരുന്ന മലക്കുകൾ ഊഴമിട്ട് വരും. വ മലായികത്തും ബിന്നഹാർ. പകലിലെ മലക്കുകളും ഊഴമിട്ട് വരും. യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്ർ. ഫജ്ർ നമസ്കാരത്തിൽ ഈ 2 മലക്കുകളും, രാവിലെ വരുന്ന മലക്കും വൈകുന്നേരം വരുന്ന മലക്കും, രണ്ടും അവിടെ ഒരുമിച്ച് കൂടും. പിന്നെ സ്വലാത്തുൽ അസ്ർ നമസ്കാരത്തിൽ. അപ്പൊ ഫജ്റിന്റെ പ്രത്യേകതയാണ് എന്ത്? 2 സമയത്ത് ഇറങ്ങി വരുന്ന മലക്കുകളും ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ് ഏത്? ഫജ്ർ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ഫജ്ർ സമയത്ത് നമ്മൾ ചെയ്ത അമലു സ്വാലിഹാത്ത് അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് നമസ്കാരം ജമാഅത്തായിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നുള്ള. പ്രവാചകന്റെ ഒക്കെ നിങ്ങളെ എപ്പോഴും ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം ആ ഫജ്ർ എന്ന് പറയുന്നത് ഒരു പുതിയ ദിവസം തുറക്കുകയാണല്ലോ അല്ലേ? ഓരോ ദിവസത്തെയും ഫജ്ർ എന്താണ്? ഒരു പുതിയ ദിവസം ഇങ്ങനെ വരികയാണ്. ആ പുതിയ ദിവസം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കുമെന്ത്? ഞാൻ ഇപ്പം ഇന്ന് എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെ ഇപ്പം നിനക്ക് ചെയ്യാനുള്ളത്? എന്തൊക്കെ ഞാൻ ചെയ്ത് തീർക്കണം എന്ന് ആര് ചിന്തിക്കും? ആവറേജ് ബുദ്ധിയുള്ള ഓരോ മനുഷ്യനും ചിന്തിക്കും അല്ലേ? നിങ്ങളൊക്കെ ഇപ്പം എന്താ ചിന്തിക്കാറുള്ളത്? രാവിലെ എണീച്ച ഡ്യൂട്ടിക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവിടെ ക്ലാസ്സിൽ പോകണം, ഇങ്ങനെ ചിന്തിക്കാറില്ലേ നമ്മൾ അല്ലേ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു സുബഹി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒരു ചോദ്യം ചോദിക്കാണ് അല്ലേ? ആരാണ് ഇന്ന് ഈ സ്വലാത്തുൽ ഫജ്റിന് മുമ്പ് ആരാണ് ജനാസയെ പിൻപറ്റിയത്? ആരാണ് നോമ്പനുഷ്ഠിച്ചത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പം അല്ലേ, ആ പിന്നെ സദക്ക കൊടുത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അനയാ റസൂലല്ലാ എന്ന് പറഞ്ഞത് ആരാണ്?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പൊ നോക്കി നിങ്ങൾ, ആ ഫജ്റിന്റെ സമയമാകുമ്പോൾ എത്രയോ പുണ്യങ്ങൾ, നന്മകൾ ആര് ചെയ്തു കഴിഞ്ഞു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു കഴിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫജ്ർ എന്ന ആ പദപ്രയോഗം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മഹാനായ സഹാബി വര്യനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാറുണ്ട്, എനിക്ക് ഒരു ദിവസം വന്നാൽ ആ ദിവസത്തിൽ ഞാൻ കൈകടിച്ച് ദുഃഖിക്കാറുള്ളത് ആ ഫജ്ർ വന്നിട്ട് അത് അസ്തമിക്കുകയും ചെയ്താൽ ആ ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു നന്മയും ചെയ്യാത്തൊരു ദിവസം ഉണ്ടെങ്കിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസപ്പെട്ട ദിനം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഫജ്ർ വന്നിട്ട് നമ്മളൊന്നും ചെയ്യാതെ, ഒരു നന്മയും ചെയ്യാതെ, ഒരു ഹസനാത്തും ചെയ്യാതെ അങ്ങനെയായിട്ട് സൂര്യൻ അസ്തമിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട ദിവസം അതാണെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറയാണ്, ഇന്നമാ യാ ഇബ്ന ആദം ഇന്നമാ അൻത മജ്മൂഅത്തു അയ്യാമിൻ, ഓ മനുഷ്യ, നീ ഏതാനും ദിവസങ്ങളുടെ ഒരു കൂട്ടാണ്, അതിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞു പോയി, നിന്റെ ഒരു ഭാഗം കഴിഞ്ഞു പോയി എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കാണിക്കണത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സമയമാണിത്, ഫജ്ർ എന്ന് പറയുന്ന ആ സമയം എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഫജ്റിന്റെ ആ സമയം സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. പിന്നെ ചെയ്യാനുള്ളത് ഫജ്ർ നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യാനുള്ളത് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നാലാമത് ചെയ്യാനുള്ളത് രാവിലെയും വൈകുന്നേരമൊക്കെ ചെയ്യണ പ്രാർത്ഥനകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യം പറയുന്നത് കാണാം, റകഅത്ത അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഫജ്ർ നേരത്തിന്റെ ആ സമയത്തുള്ള എന്ന് പറഞ്ഞാൽ സുബീന്റെ മുമ്പുള്ള ആ 2 റകഅത്ത് ദുനിയാവും അതിലുള്ളതിനേക്കാളും നിങ്ങൾക്ക് ഉത്തമമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കണം. കാണാം, മൻ സല്ലല്ലാ സ്വലാത്ത സുബ്ഹ് ഫഹുവ ഫീ സിമ്മത്തില്ലാ. ഒരാൾ ഫജ്ർ നമസ്കാരം അഥവാ സുബഹി നമസ്കാരം നിർവഹിച്ചാൽ ഓന് ആ ദിവസം അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തത്തിലാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കേണ്ടത്. അപ്പം സാധാരണ ഒരു സമയമല്ല എന്ത് ഫജ്ർ എന്ന് കാണുമ്പോൾ. ഇനി ഒരു ചിന്താവിഷയം, ഒരു മനുഷ്യൻ ഫജ്ർ ഇങ്ങനെ കാണുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരേണ്ടത്, അല്ലേ, ഇരുട്ടൊക്കെ പോയി പ്രഭാതം ഇങ്ങനെ വരുമ്പോൾ ആ ഇരുട്ടും പ്രഭാതവും ചിന്തിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ കുദറത്തും അളമത്തും മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? ഇനി നിങ്ങൾ നോക്കി, എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്? എന്തിനായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇനി ഒരല്പം ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്ർ, പിന്നെന്താ പറയണത്? വലയാലിൻ അശ്ർ, പിന്നെ പറയണത് വശഫ്ഇ വൽ വത്ർ, അല്ലേ? വല്ലൈലി ഇദാ യസ്ർ. നോക്കി നിങ്ങൾ, വൽ ഫജ്ർ ഒരു വാവ്, അല്ലേ? പിന്നെ വലയാലിൻ അശ്ർ രണ്ടാമത്തെ വാവ് വ, പിന്നെ വശഫി മറ്റൊരു വാവ്, വൽ വത്ർ മറ്റൊരു വാവ്, പിന്നെ വല്ലൈലി ഇദാ യസ്ർ. അവിടെയൊക്കെ വാ 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 എന്ന് പറഞ്ഞില്ലേ? എന്തിനാണ് ആ വാവ്? എന്തിനാണത്? സത്യം ചെയ്യാൻ മാത്രമല്ല, അതൊക്കെ ഒരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞ അതൊക്കെ ഒരൊറ്റ ഒന്നാണ്, ഒരു ആശയം, ഒരു വിഷയമാണ് എല്ലാം. അതുകൊണ്ടാണ് വാവ് കൊണ്ടുവന്നത്. മറ്റൊരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞത് അത് വ്യത്യസ്ത വിഷയങ്ങളാണ് എന്നതാണ്. അപ്പം വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞിടത്ത് ഒരു വിഷയമാണ് എന്ന് പറയുമ്പോൾ എന്താ അപ്പം ആ 10 രാവുകളും പിന്നെ ഫജ്റും തമ്മിലുള്ള ബന്ധം എന്താ? എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. ഫജ്ർ എന്ന് പറയുന്നത് എന്താ? ഒരു പ്രാപഞ്ചിക ദൃഷ്ടാന്താണ്, അല്ലേ? ഒരു പ്രാപഞ്ചിക ദൃഷ്ടാന്താണ്. രാത്രി എന്ന് പറയുന്നതും പ്രാപഞ്ചിക ദൃഷ്ടാന്താണ്. എന്താ ഇപ്പം 10 രാവുകളും 10? ഇനി നിങ്ങൾ ഒരല്പം ഇതിലേക്ക് വരണം കേട്ടോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ വർഷം കണക്കാക്കണേ? എങ്ങനെ വർഷം കണക്കാക്കണേ? എങ്ങനെ? 2 വർഷമല്ലേ? എന്തായാലും നിങ്ങൾ പറയില്ല ഇംഗ്ലീഷിൽ. ഒന്ന് സന,
ശംസിയ എന്ന് പറഞ്ഞാൽ സൂര്യവർഷം, പിന്നെ സന കമരിയ ചന്ദ്രവർഷം. എങ്ങനെ നിങ്ങൾ സൂര്യവർഷം കണക്കാക്കുന്നതും എങ്ങനെയാണ് നിങ്ങൾ ചന്ദ്രവർഷം കണക്കാക്കണത്? എങ്ങനെയാണ് അതിൻ്റെ സൂത്രം? എന്താണ് അതിൻ്റെ സൂത്രം? ആലോചിച്ചിട്ട് എന്താ? പിന്നെ ഭൂമി സൂര്യന് ചുറ്റും പിന്നെ ഇങ്ങനെ കറങ്ങണതിനനുസരിച്ച് ആണ് എന്തുണ്ടാണ്, ആ കറക്കത്തിനനുസരിച്ചാണ് എന്തുണ്ടാവുന്നത്? സന ശംസിയ ഉണ്ടാവുന്നത് അല്ലേ? എന്നാൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു ആവർത്തി ചുറ്റുമ്പോഴാണ് എന്തുണ്ടാവുക? ചന്ദ്രവർഷം ഉണ്ടാകുന്നത്. ഇവിടെ സൂര്യവർഷവും ചന്ദ്രവർഷവും ചെറിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളിപ്പം കഴിഞ്ഞ ഇപ്രാവശ്യം നമുക്ക് റമദാൻ വരുന്ന എപ്പോഴാ? ഫെബ്രുവരി എത്രയാണ്? 18. ഇനി അടുത്ത വർഷം റമദാൻ എപ്പോഴായിരിക്കും വരിക? അവിടെയാണ് 10-9 ദിവസം വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 10 പൂർത്തിയാവില്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ 10 ദിവസം 10 ദിവസം. പിന്നെ എങ്ങോട്ടാ വരും? കഴിഞ്ഞ പ്രാവശ്യം, ഈ പ്രാവശ്യം 18-ന്, ഇനി വരിക 20 വരും. ചന്ദ്രവർഷം കുറഞ്ഞു വരും, സൂര്യവർഷം എന്ത് വരും? കൂടിയും വരും അല്ലേ? ഈ ചന്ദ്രവർഷവും സൂര്യവർഷവും ഏകദേശം 10 വർഷത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ 300 കൊല്ലാകുമ്പോൾ വിശുദ്ധ ഖുർആൻ പിന്നെ സൂറത്ത് കഹ്ഫിൽ ഒരു ഇത് പറയില്ലേ? എന്താണ് ആയത്ത്? എന്ന് പറയണ്ടല്ലോ അല്ലേ? ആ അഹ്ലു കഹ്ഫുകാർ ആ ഗുഹയിൽ 300 വർഷം താമസിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാം വസ്ദാദു തിസ്സ, അവർ 9 വർഷം കൂടുതലും. എന്താ അതിന്റെ ടെക്നിക്ക്? എന്താ? 300 വർഷം സൂര്യവർഷാണ്, മനസ്സിലായില്ലേ? ശനാശംസിയാണ് 300 വർഷം എന്ന് അറിയണത്. അതിലൂടെ നിങ്ങൾ 9 കൂട്ടിയോളി എന്ന് അറിയണത് ഏതാ? ഈ സൂര്യവർഷത്തിന് തുല്യമാവണമെങ്കിൽ എന്ത് വേണം? 9 കൂട്ടണം, അപ്പം 350. കാരണം നിങ്ങൾ അതിന്റെ വ്യത്യാസം. അപ്പൊ വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയമായിട്ട് എത്ര ഫിറ്റാണ് എന്ന് കാണിക്കാനാണ് വിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗം. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സന ശംസിയ സന കമരിയ, സൂര്യവർഷവും ചന്ദ്രവർഷവും തമ്മിലുള്ള ആ വ്യത്യാസം വളരെ കൃത്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇനി ഫജ്റൊക്കെ ഉണ്ടാവണ എങ്ങനെ? ഫജ്ർ നോക്കി നിങ്ങൾ, സൂര്യൻ ഭൂമി അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങുണ്ടല്ലോ. ഒരു മണിക്കൂറിൽ എത്രയാണ് കറങ്ങണത്? സൂര്യൻ അതിന് ചുറ്റും തന്നെ ഭൂമി അതിന് ചുറ്റും തന്നെ. സൂര്യനല്ല, സൂര്യനെ ചുറ്റും സഞ്ചരിക്കുന്നുണ്ട്. അതേപോലെ ഭൂമി അതിന്റെ സ്വന്തം സ്വയം അച്ചുതണ്ടിലും കറങ്ങുന്നുണ്ട്. ആ ഭൂമി ഇങ്ങനെ കറങ്ങണതിനനുസരിച്ചാണ് എന്തുണ്ടാവുന്നത്? ഫജ്ർ ഉണ്ടാവുന്നത് അല്ലേ? എത്ര കറങ്ങുണ്ടത്? ഒരു മണിക്കൂറിൽ 1600 കിലോമീറ്റർ ഭൂമി അതിന്റെ സ്വയം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ഫജ്ർ എന്നതൊക്കെ ഉദിക്കുന്നത്. ആ കറങ്ങണില്ലെങ്കിലോ നമുക്ക് ഫജ്ർ ഇല്ല അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കൂ, പടച്ച തമ്പുരാൻ അവിടെ എവിടെങ്കിലും ഒരു തടസ്സം വന്നാൽ നമുക്ക് എന്തില്ല? ഫജ്റില്ല. ഇന്നേവരെ വന്നിട്ടില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഫജ്റും രാവും പകലും സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് വമിൻ ആയാത്തിഹിൽ ലൈലു വന്നഹാർ, അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാവും പകലും. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. എന്നിട്ട് അള്ളാഹ് പറയാ ലാ തസ്ജുദു ലിശംസ് വലാ ലിൽ ഖമർ, സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല അല്ലേ? വസ്ജുദു ലില്ലാഹില്ലദീ ഖലഖഹുന്ന, ഇവയൊക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിനാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് വൽ ഫജ്ർ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിനെപ്പറ്റി ആലോചിക്കുമ്പം ആ പടച്ചോനാണ് ഞാൻ സുജൂദ് ചെയ്യേണ്ടത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം എന്നുള്ളതാ. ഇനി നോക്കൂ നിങ്ങൾ, മനുഷ്യൻ ഒരു കാര്യം മനസ്സിലാക്കണത് എങ്ങനെ ഇപ്പം നമ്മളൊരു കാര്യം അറിയണത് മനസ്സിലാക്കണത്? ഇതിപ്പോൾ എന്താ? ബോർഡ്. ഇത് ബോർഡാ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? കണ്ടിട്ട്
അല്ലേ? കുറേ ശബ്ദമുണ്ട്, അതിൽ എൻ്റെ ശബ്ദമാണെന്ന് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക? ഞാൻ ഇവിടെ ഇല്ല ഔട്ടാ. സപ്പോസ് കേട്ടിട്ട് നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടാവും എൻ്റെ ശബ്ദം അല്ലേ? കേട്ട് മനസ്സിലാക്കും. അപ്പൊ കണ്ടിട്ടോ കേട്ടിട്ടോ ഇനിയിപ്പോൾ അതൊന്നും അല്ല, ഞാൻ കണ്ണൊട്ടനാ, ഇത് മേശയാണെന്ന് ഇപ്പം ഞാൻ എങ്ങനെ മനസ്സിലാക്കുക? തൊട്ട് മനസ്സിലാക്കും. സ്പർശനം അല്ലേ? ആ മണക്കണ അവിടെ മീനുണ്ട് എന്നെങ്ങനെയാ മനസ്സിലാക്കുക? മണത്തിട്ട് മനസ്സിലാക്കും അല്ലേ? അത് ഭാര്യയാണോ അല്ലേ എന്ന് കണ്ണിങ്ങനെ ചൂര് മണത്തിട്ട് മനസ്സിലാക്കും അല്ലേ? ആലോചിച്ച് നോക്കും. സ്പർശിച്ചിട്ട് മനസ്സിലാക്കും. ഒക്കെ ഉണ്ട്. അപ്പം മനുഷ്യന് ഈ ദുനിയാവിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ എന്തുണ്ട്? അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാ ഉണ്ട് അല്ലേ? ഇവിടെ ഉണക്കമീനുണ്ട്, ഇവിടെ ഈ ബോർഡുണ്ട്, ഇവിടെ ഇന്നതുണ്ട് എന്നൊക്കെ നമുക്ക് തൊട്ടിട്ടും പഞ്ചേന്ദ്രിയങ്ങളോട് എന്നാൽ അള്ള ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കുക? അള്ള ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുങ്ങൾ ഉണ്ടോ? ഇല്ല. അള്ളാനെ തൊട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. മണത്തിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ അള്ളാഹ് നിങ്ങൾ മനസ്സിലാക്കുക? വൽ ഫജ്ർ. കണ്ടങ്ങള്? വൽ ഫജ്ർ. അള്ളാഹുവിൻ്റെ കോടാനുകോടി മില്യൺ കണക്കിന് ഒരുപാട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെ ചിന്തിച്ചിട്ട് ആ പ്രാപഞ്ചിക ദൃഷ്ടാവിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ആയുധം ചിന്തിക്കുക എന്നുള്ളതാണ്. അതിനാണ് അല്ലാഹു തആല എന്ത് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ? വൽ ഫജ്ർ വലയാലിൻ നശ്ർ. രാവും പകലും എന്നും കാണുന്ന സംഗതി തന്നെയാണ് പ്രഭാതം. പക്ഷെ ആ പ്രഭാതത്തെ പറ്റി നമ്മളോട് ചിന്തിക്കാനാണ് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞത്. അല്ലെങ്കിൽ സത്യം ചെയ്തു പറയണോ? സത്യം ചെയ്തു പറഞ്ഞിടത്ത് തന്നെയുള്ള യുക്തി അതാണ്. ആ സംഗതിയെപ്പറ്റി മനുഷ്യരായ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. ആ ചിന്തയിലൂടെയാണ് പിന്നെ സത്യം ചെയ്തു പറഞ്ഞ പ്രഭാതത്തിന്റെ രക്ഷിതാവിലേക്ക് നമ്മൾ എത്തുള്ളൂ. അല്ലാതെ ഒരു മാർഗവും ഇല്ല അല്ലേ? ആകാശഭൂമി എന്നൊക്കെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് പറയുന്നുണ്ട്. 1300-ലധികം ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റി വിവരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്കത് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ സൃഷ്ടാവിലേക്ക് നമ്മൾ എത്തും. അതാണ് വിശുദ്ധ ഖുർആൻ വൽ ഫജ്ർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കി നിങ്ങൾ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ഈ പ്രഭാതവും 10 രാവും എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നേരത്തെ പറഞ്ഞ ഈ ശംസി കമറിലുള്ള അതേപോലെ തന്നെയാണെന്ന്. ഒന്ന് സൂര്യവർഷം ചന്ദ്രവർഷം 10 രാവുകളുടെ വ്യത്യാസം ഉണ്ടാവുന്നു. അതാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കണം എന്ന് ചില മുഫസ്സിറുകൾ വിവരിക്കുന്നുണ്ട്. അപ്പൊ നോക്കി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫിറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള എല്ലാ കാര്യവും ഇപ്പം നമുക്ക് ഫജ്ർ ഉണ്ടാവുന്നത് എന്താ പറഞ്ഞു? ഇപ്പം ഭൂമി പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ടായിരുന്നല്ലോ. ആ കറക്കം വളരെ കൃത്യാണ്. ആ കൃത്യമല്ലെങ്കിൽ എന്തുണ്ടാവില്ല? വളരെ ഫിറ്റായ പിന്നെ കൃത്യമായ രൂപത്തിലാണ് അത് കറങ്ങണത്. അതില്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഫജ്ർ ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും അത് വെറും ഈ പിന്നെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം മാത്രമല്ല, സൂര്യനും മറ്റ് കവാക്കിബ് നക്ഷത്രങ്ങളും അതേപോലെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് വെച്ചിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുണ്ടോ അതൊക്കെയുള്ള ദൂരം, അതിൻ്റെ ആ മസാഫത്ത് എന്ന് പറയുക അറബിയിൽ, അത് വളരെ കൃത്യമാണ്. ആ കൃത്യമായതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഇങ്ങനെയുള്ള ഈ പ്രഭാതം രാത്രി പകല് എന്നൊക്കെ പറഞ്ഞത് ആ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കണത് എന്നുള്ളത്. അപ്പം ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ കിട്ടുള്ളൂ. ഇനി നോക്കുക മറ്റൊരു ഉദാഹരണം. നമുക്ക് ഒരു വീട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആയുധം, നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണം. ഇപ്പം ഇവിടെ 2 സാധനം ഉണ്ട്. നിങ്ങളെങ്ങനെ ഇതാണ് വേണ്ടത് നിങ്ങളെങ്ങനെ തിരഞ്ഞെടുക്കുക? എങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക? എനിക്ക് വേണ്ടത് ഈ മൊബൈലാണ്, നിങ്ങൾക്ക് വേണ്ടത് ആ മൊബൈലാണ്. എങ്ങനെ നിങ്ങളത് ഏതാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിൽ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്?
എങ്ങനെ തിരഞ്ഞെടുക്കുക? ആ പിന്നെ ബ്രാൻഡ്, പിന്നെ ഓക്കെ 2 വീടുണ്ട് എന്ന് കൂട്ടാം. സപ്പോസ് 2 വീടുണ്ട് അല്ലേ? ഒരു വീട് ഈ ആശാരി ഉണ്ടാക്കി, ഒരു വീട് ഈ ആശാരി ഉണ്ടാക്കി. 2 ആളും ഉണ്ടാക്കി വെച്ച വീട് ഇവിടെ ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ വീടാ തിരഞ്ഞെടുക്കണം, ആ വീടോ നിങ്ങൾ എങ്ങനെ? ഇയാളെ 2 ആൾ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ എങ്ങനെയാ തിരഞ്ഞെടുക്കുക? സൗകര്യം, അത് പിന്നെ അതിൻ്റെ നിർമ്മാണം നോക്കിയിട്ടാണ് അല്ലേ? നിർമ്മാണത്തിൽ എന്തുണ്ടാവും? സൗകര്യം ഉണ്ടാവും, അതിൻ്റെ പെയിന്റ് ഉണ്ടാവും, അതിൻ്റെ കളർ ഉണ്ടാവും, എല്ലാം നോക്കുക നമ്മൾ. ഒന്ന് മാത്രമല്ല, അതിൻ്റെ ഫർണിച്ചർ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഒക്കെ നോക്കിയിട്ടാണ് ഈ വീടാണ് എനിക്ക് വേണ്ടി. ആ വീടുണ്ടാക്കി ഈ ആശേരിയാണ്, മറ്റേ വീടുണ്ടാക്കിയത് ഈ ആശേരിയാണ്. നമ്മൾ ഈ ആശേരിമാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതേപോലെ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ അതിൽപ്പെട്ടതാണ് ഇത്. ഫജ്ർ പ്രഭാതം, രാവ് പകല് അല്ലേ, കാലാവസ്ഥകൾ ഇങ്ങനെ നോക്കി, ആകാശം, ഭൂമി, ഇനി മനുഷ്യന്റെ ശരീരത്തിൽ കണ്ണ്, മൂക്ക്, കാത് അല്ലേ, എന്നിട്ട് ആലോചിച്ചൊക്കെ എണ്ണിയാൽ ഒതുങ്ങാൻ ഒരുപാട് അല്ലേ, തലയിൽ മുടി, പിന്നെ ഒതുങ്ങാത്ത കോടാനുകോടി ദൃഷ്ടാന്തങ്ങൾ. പക്ഷേ അതൊക്കെ ഉണ്ടാക്കി വെച്ച ആശാരി നമ്മൾ, ആ എഞ്ചിനീയർ നമ്മൾ കണ്ടിണോ? ഇല്ല. പക്ഷേ നമ്മളെടുത്തതുണ്ട്. ആലോചിച്ചു, ഈ വായു ഉണ്ടാക്കി വെച്ച ഒരാൾ ഇപ്പോൾ ശ്വസിക്കണേ, ആ പിൻവലിക്കാൻ ആർക്ക് കഴിയും? ആ വാക്ക് കഴിയും അല്ലേ? ഈ കല്ലിനെ ചലിപ്പിക്കണമെങ്കിൽ എത്രയോ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കണം. കണ്ണിമ വെട്ടണമെങ്കിൽ എത്ര അവയവങ്ങൾ പ്രവർത്തിക്കണം. ആലോചിച്ചു നിങ്ങൾ. 3 ലക്ഷം രോമങ്ങൾ നമ്മളെ ശരീരത്തിൽ 3 ലക്ഷം അല്ലേ? ആ രോമം വെട്ടുമ്പോൾ മുറിയാവുണ്ടോ? കത്തിരി കൊണ്ട് വെട്ടുമ്പോൾ മുറിയാവുണ്ടോ? ഉണ്ടോ? നഖം വെട്ടുമ്പോൾ നിങ്ങൾക്ക് മുറിയാവുണ്ടോ? അതേ സ്ഥലത്ത് അതേ കത്തിരി കൊണ്ട് ഇവിടെ വെട്ടിയാലോ വേദന. ആരാണ് ഇത് സംവിധാനിച്ചു വെച്ചത്? ആലോചിക്കൂ. ആ അള്ളാഹ് നിങ്ങൾ കണ്ടിണോ? ഇല്ല. ആ ഖാലിഖ് നിങ്ങൾ സംവിധാനിച്ചു വെച്ച എഞ്ചിനീയറിംഗ് കണ്ടിട്ടില്ല, എഞ്ചിനീയറിംഗ് കണ്ടിട്ടില്ല, ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. അവനാണ് അള്ളാഹു അല്ലേ? ആ അള്ളാഹുവിനെ കണ്ടെത്താനാണ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഈ കോടാനുകോടി ദൃഷ്ടാന്തങ്ങൾ. നമ്മൾ എന്തിനെ പറ്റി ചിന്തിക്കാലും, ഒരു കണ്ണാവട്ടെ, ഒരു കാതാവട്ടെ, ഒരു മൂക്കാവട്ടെ, ഒരു വിരലാവട്ടെ, ഒരു നഖമാവട്ടെ, ഒരു മുടിയാവട്ടെ, ഹൃദയം പിടിപ്പാവട്ടെ, ശ്വാസമാവട്ടെ, വായുവാവട്ടെ, അന്തരീക്ഷമാവട്ടെ, ഇതൊക്കെ ചിന്തിക്കാൻ എന്തുണ്ടാവും? റബ്ബിനെ കണ്ടെത്താൻ പറ്റും. അതാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ. രാവിനെയും പകലിനെയും ചിന്തിക്കുന്ന ഒരു മനുഷ്യന് റബ്ബുണ്ട് എന്നങ്ങോട്ട് ഉറപ്പിക്കാൻ സാധിക്കും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം. അതിനാണ് അല്ലാഹു തആല ഇങ്ങനെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കണം അല്ലേ? ഒന്നും നമ്മളൊരു പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു ഗ്ലാസ് വെള്ളത്തെ പറ്റിയുണ്ട് അനുഗ്രഹം ഉണ്ടോ? വെള്ളം എന്താ H2O അല്ലേ? H2 ഉണ്ട്, ഇവിടെ O ഉണ്ട്. നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയുമോ? ഉണ്ടോ ഇല്ലേ? കഴിയൂല. രണ്ടും ഇവിടെ ഇല്ലേ? ആ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പറയും അത് H2 ഇത് O. ആലോചിച്ച് നോക്കി നിങ്ങൾ. മഹാത്ഭുതമല്ലേ അത് അല്ലേ? ആ വെള്ളം മഹാനായ ഹാറൂൺ റഷീദിന്റെ ഒരു ദീവാനിയിൽ ഇങ്ങനെ ഇരിക്കുക. അവിടെ ഇബ്തിസ്മാക്കുന്ന മഹാപണ്ഡിതനോട് ആ ദീവാനിയിൽ ഇരിക്കണേ. വേലക്കാരനോട്, വൃത്യക്കാരനോട്, ആ സർവന്റിനോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടാണ്. അങ്ങനെ പിന്നെ ഹാറൂൺ റഷീദ് അങ്ങനെ കുടിക്കുമ്പോൾ ഇബ്തിസ്മാക്കുന്ന പറഞ്ഞ പണ്ഡിതൻ ചോദിച്ചു, അവിടേക്ക് ഒരു മിനിറ്റ് നിങ്ങൾ നിൽക്കി ആ കുടിക്കുന്നു. അപ്പൊ ഇയാൾ വിചാരിച്ചു ഇതിൽ എന്തോ ഉണ്ട് എന്നാ അല്ലേ? എന്നിട്ട് അയാൾ ചോദിക്കാണ് ഈ ഹാറൂൺ റഷീദിനോട്, ഭരണാധികാരിയായ ഹാറൂൺ റഷീദിനോട് ചോദിക്കാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ലേ? ആ ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളും ഒരു സർവൻറ്റും കൊണ്ടുവരാനില്ല, നിങ്ങളുടെ രാജ്യത്ത് നിന്ന് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഉള്ളോടത്ത് പോയി ഇതിൻ്റെ ഭരണാധിപത്യത്തിൻ്റെ, ഈ രാജാധിപത്യത്തിൻ്റെ ഖസീനയിലെ കാശ് മുഴുവൻ മുടക്കി ഞാൻ എന്നാണ് അയാൾ പറയുന്നത്. രണ്ടാമത് നിങ്ങൾ കുടിച്ചോളി. കുടിച്ചു കഴിഞ്ഞപ്പം അയാൾ ചോദിക്കുക, നിങ്ങൾ കുടിച്ച ആ ഒരു ഗ്ലാസ് വെള്ളം മൂത്രമൊഴിച്ചിട്ടോ വിയർത്തിട്ടോ പുറത്തു പോകാനുള്ള സംവിധാനമില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ എൻ്റെ ഖജനാവിൻ്റെ മുഴുവൻ സമ്പത്തും ചെലവഴിച്ചുകൊണ്ട് ഉള്ള ഡോക്ടർമാരൊക്കെ വരുത്തിയ പുറത്തു പോകാനുള്ള മാർഗം ഞാൻ കണ്ടെത്തുന്ന. നോക്കി നിങ്ങൾ, ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഉദാഹരണമാണെങ്കിലും അതിൽ ചിന്തിക്കാൻ ഒരുപാട് വകുപ്പില്ലേ? കുടിച്ച വെള്ളം പുറത്തു പോവാത്ത എത്ര രോഗികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ? വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്, പക്ഷേ ഡോക്ടർ പറയും
വെള്ളം കുടിക്കാൻ പറ്റൂല, കിഡ്നി നശിക്കും. ഇല്ലേ, എത്ര രോഗികൾ അങ്ങനെ ഉണ്ട്. വെള്ളത്തിന് ഇങ്ങനെ ദാഹിക്കും, പക്ഷേ വെള്ളം കുടിക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ, ഒരു തുള്ളി വെള്ളത്തിൻ്റെ, ഒരു മുറുക്ക് വെള്ളത്തിൻ്റെ വില ഹലിച്ചു നോക്കിങ്ങൾ അല്ലേ. അപ്പം അപ്പോഴേ നമുക്ക് മനസ്സിലാവും, പടച്ചോനെ ഈ വെള്ളം ഇത് വെറുതെ ഒന്നല്ല. ഒരു ഗ്ലാസ് വെള്ളം, ഒരു മധുരം ഒരു രുചിയും ഇല്ലാത്ത, ഒരു കളറും ഇല്ലാത്ത ഒരു വെള്ളം, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക എപ്പോഴാണ്? ആ അവസ്ഥ വരുമ്പോഴാണ്, അല്ലേ, അങ്ങനെയുള്ള രോഗാവസ്ഥ വരുമ്പോഴാണ് എന്ന് ആരെ ചിന്തിപ്പിക്കുകയാണ്? ആ ഭരണാധി. അപ്പം നമ്മുടെ സമ്പത്തൊന്നും അല്ല നമ്മൾ ഈ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലേ, ഇതൊക്കെ ചിന്തിച്ചാൽ തന്നെ നമ്മുടെ മക്കള്, എത്ര ആളുകളുണ്ട് മക്കളില്ലാത്തവര്, അല്ലേ, ചുറ്റുപാടും. അത് ശക്തി ഇല്ലാണ്ട, ആരോഗ്യമില്ലാണ്ട, അതൊന്നുമല്ല. ശക്തിയും ആരോഗ്യം എല്ലാം ഉണ്ട്, പക്ഷേ എന്തില്ല ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കിയാൽ ചിലവർക്ക് അള്ളാഹുത്താല കുറേ മക്കളായിട്ട് കൊടുത്തിട്ടുണ്ടാവും, ചിലർക്ക് അള്ളാഹുത്താല കുറേ സമ്പത്താണ് കൊടുത്തിട്ടുണ്ടാവും. ഇയാളെ പഠിച്ചവൻ പരമദരിദ്രനാക്കിയിട്ടുണ്ട്. ഒക്കെ നമുക്ക് ദൃഷ്ടാന്തങ്ങളാണ്, അല്ലേ. ഇയാൾക്ക് കൊടുത്ത സമ്പത്ത് അള്ളാഹ് പരിശോധിക്കുകയാണ്, ആ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യണോ. ഇയാൾക്ക് സമ്പത്ത് കൊടുക്കാതെ ആ ദാരിദ്ര്യാവസ്ഥയിൽ അയാൾ അള്ളാഹുവിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലേ. ആരോഗ്യം നൽകി എനിക്ക് ആ ആരോഗ്യം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണോ എന്ന് അള്ളാഹു തആല നോക്കുക. അതാണ് വൽ ഫജ്ർ ഓതുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അള്ളപ്പം ഇന്ന് എനിക്കൊരു തുറവി, ഒരു ഫജ്റിൻ്റെ ആശ്വാസം, ഒരു സൂര്യനെ ഞാൻ കണ്ടു, ആ നേരം പുലർന്നു, മഹാനുഗ്രഹം, അല്ലേ. രാവിലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? ആദ്യം തന്നെ അസ്ബഹന മുൽക്കുലില്ല. കണ്ടോ നിങ്ങൾ അവിടെ ആ പ്രാർത്ഥനകളിലൊക്കെ കാണാം, അസ്ബഹന അസ്ബഹന അസ്ബഹന. ഞങ്ങൾ നേരം പുലർന്നു, ഞങ്ങൾ സുബഹി സമയത്തായി പടച്ചോനെ. ആ അനുഗ്രഹം അള്ളാഹിനോട് വിളിച്ചു പറയാണ്. അപ്പൊ ആ അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങളൊക്കെ വരുന്നത് ക്രമാനുഗതമായിട്ടാണ്, അല്ലേ. ഫജ്ർ പെട്ടെന്ന് ഓടിക്കാനോ അല്ല, വളരെ കൃത്യായിട്ട് അതിൻ്റെ തദ്രീബനുസരിച്ച് ഇങ്ങനെ വരികയാണ് ഇത് ഫജ്ർ എന്ന് പറയുന്നത്. സൂര്യൻ അസ്തമിക്കണോ അങ്ങനെ പെട്ടെന്ന് അസ്തമിക്കാണോ അല്ല, ഒരു കുണ്ടുക്ക് പോയിട്ട് ചാടിയിട്ട് പെട്ടെന്ന് അസ്തമിക്കാണോ അല്ല, വളരെ ക്രമാനുഗതമായിട്ടാണ് ഓരോന്നും വരുന്നത്. അപ്പം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഒന്നുകൂടി ഓതിവെക്കാൻ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. വേണ്ട